ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്കിന്ന് ഡിലേ കാൽക്കുലേഷൻ നോക്കാം. അതായത് AVRനകത്ത് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഇടയിൽ നമുക്ക് ഡിലേസ് കൊടുക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ AVRൻ്റെ ടൈമിംഗ് അല്ലെങ്കിൽ AVRൻ്റെ ക്ലോക്ക് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചറിനകത്ത് XTAL1 XTAL2 എന്ന് പറയുന്ന രണ്ട് ക്ലോക്ക് സിഗ്നൽസ് ഉണ്ട്. ഈ ക്ലോക്ക് സിഗ്നൽസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, രണ്ട് ക്ലോക്ക് സിഗ്നൽസ് വെച്ചിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ AVRൻ്റെ ക്ലോക്ക് സിഗ്നൽസ് കിട്ടുന്നത്. ഓക്കെ, ഈ ക്ലോക്ക് സിമ്പിൾസ് അല്ലെങ്കിൽ ഇൻപുട്ട് പിൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ AVRന് ആവശ്യമായിട്ടുള്ള ക്ലോക്ക് സിഗ്നൽസ് കിട്ടും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയിലായിരിക്കും. എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ക്ലോക്കിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് തരുന്നത്. സോ ഒരു ക്ലോക്ക് പീരീഡ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഈ ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നിട്ടുള്ള AVRൻ്റെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ക്ലോക്ക് ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് ഒരു ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടൈം പീരീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്രയൊക്കെയാണ് AVRൻ്റെ ഡിലേ ടൈമൊക്കെ വരുന്നതെന്നുള്ളത്, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എത്ര ടൈം എടുക്കും എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഇടയിൽ നമ്മൾ ഡിലേക്ക് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസോ നോ ഓപ്പറേഷൻസോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിലേയിൽ എത്ര ടൈം വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ക്ലോക്ക് പീരീഡ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഡ്യൂറേഷൻ ഓഫ് ദ ക്ലോക്ക് പീരീഡ് ഫോർ ദ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ടൈം കാൽക്കുലേഷൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഗിവൺ AVRൻ്റെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് AVRൻ്റെ ഡിസൈനാണ്. സോ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരിക്കും 3 രീതികളാണ് നമുക്ക് AVRനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഹാർവാർഡ് ആർക്കിടെക്ചർ യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ നമ്മൾ റിസ്കിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ AVRനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ യൂസ് ചെയ്യുക. ഓക്കെ, സോ പൈപ്പ് ലൈൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇനി എന്താണ് പൈപ്പ് ലൈൻ എന്ന് നോക്കാം. സോ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസിൻ്റെ പല സ്റ്റേജസ് അറ്റ് ദ സെയിം ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. മെയിൻലി ഡിഫറൻറ്റ് സ്റ്റേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെച്ച് സ്റ്റേജും എക്സിക്യൂട്ട് സ്റ്റേജുമാണ്. ഓക്കെ, സോ പൈപ്പ്ലൈനിങ് അലൗസ് ദ CPU ടു ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ അറ്റ് ദ സെയിം ടൈമിൽ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് സ്റ്റേജും അടുത്തൊരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂട്ട് സ്റ്റേജും നമുക്ക് സെയിം ടൈമിൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് ചെയ്യുക, പൈപ്പ് ലൈൻ എന്ന് പറയുക. ഓക്കെ, അപ്പം AVRനകത്തും ഇതുപോലെ പൈപ്പ് ലൈൻ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ്റെ സ്പീഡ്, അതായത് ഒന്നിലധികം ഇൻസ്ട്രക്ഷൻസ് അറ്റ് ദ സെയിം ടൈം എക്സിക്യൂട്ട് ചെയ്താൽ തന്നെയും നമുക്ക് പ്രോസസ്സറിൻ്റെ അല്ലെങ്കിൽ ആ ആർക്കിടെക്ചറിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യാൻ പറ്റും. ഈ പൈപ്പ് ലൈനിങ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ പല സ്റ്റേജസ് ആക്കി മാറ്റി സ്മോൾ സ്റ്റെപ്സ് ആക്കി മാറ്റിയിട്ട് ഈ സ്റ്റെപ്സിനെ ഇൻ്റർലീവിങ് മാനറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. എന്താ നോക്കിക്കേ, ഇവിടെ പൈപ്പ് ലൈൻ എക്സിക്യൂഷനും നോൺ പൈപ്പ് ലൈൻ എക്സിക്യൂഷനും കാണിച്ചിട്ടുണ്ട്. സോ മുകളിൽ കാണിച്ചിരിക്കുന്നത് നോൺ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ഫേസസ് ആണ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മെയിൻലി നമ്മൾ പറയുന്ന 2 സ്റ്റേജസ് ആണ്, ഫെച്ച് സ്റ്റേജും എക്സിക്യൂഷൻ സ്റ്റേജും. അപ്പോൾ ഈ നോൺ പൈപ്പ് ലൈനിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓരോ ഓവർലാപ്പിങ്ങും ഇല്ല. ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, അതിനെ എക്സിക്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞാലേ അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, അതിനെ എക്സിക്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞാൽ തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, അതിനെ എക്സിക്യൂട്ട് ചെയ്തു. സോ ഈ 3 ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മൊത്തത്തിൽ 6 ക്ലോക്ക് പീരീഡ്സ് വേണ്ടി വന്നത്. അതാ നോക്കിയേ, T1 T2 T3 T4 T5 T6. സോ 6 ക്ലോക്ക് പീരീഡ്സ് വേണ്ടി വന്നു നമുക്ക് 3 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വിത്ത് നോൺ പൈപ്പ് ലൈനിങ്, അതായത് പൈപ്പ് ലൈനിങ് ഇല്ല. സോ ഇനി പൈപ്പ് ലൈൻ കൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫെച്ച് ചെയ്തു, അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് വേറൊരു ഇൻസ്ട്രക്ഷനെ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ T2 എന്ന് പറയുന്ന ക്ലോക്ക് പീരീഡിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനും സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചും നടക്കും. അടുത്ത ഫേസിലും അതുപോലെ തന്നെയാണ്. സോ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 6 ക്ലോക്ക് പീരീഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മുകളിൽ നമുക്ക് എന്തേ പറ്റുള്ളൂ, 3 ഇൻസ്ട്രക്ഷനെ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വിത്ത് പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ് യൂസ് ചെയ്തപ്പോൾ നമുക്ക്
നമുക്ക് 5 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. സോ ഇതാണ് പൈപ്പ് ലൈനിങ് കൺസെപ്റ്റ്. സോ ഇതും നമ്മുടെ AVRനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് വേറൊരു ഇൻസ്ട്രക്ഷൻ ഓൾറെഡി നമ്മൾ എടുത്ത് ഫെച്ച് ചെയ്ത് വെച്ചേക്കണം. ഫെച്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ അടുത്തത് ഏതിനെയാണ് നമുക്ക് ഫെച്ച് ചെയ്യേണ്ടതെന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. സോ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വരുമ്പോഴെന്താണ്, നമ്മൾ എന്താണ് പ്രോഗ്രാം കൗണ്ടറിനകത്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് അതായത് പ്രോഗ്രാം കൗണ്ടറിനകത്ത് ഇരിക്കുന്ന അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അതോ ഈ ബ്രാഞ്ചിനകത്ത് പറയുന്ന വേറൊരു ലൊക്കേഷനിലുള്ള ടാർഗറ്റ് അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നതിന് നമ്മൾ ബ്രാഞ്ച് പെനാൽറ്റി എന്നൊക്കെ പറയും. അങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മുടെ ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോൾ ഇൻസ്ട്രക്ഷൻ ആണോ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണോ, അങ്ങനെയുള്ളതിനകത്ത് ഈ പറഞ്ഞ പോലെ പൈപ്പ് ലൈനിങ്ങിൽ ഒരു ബ്രാഞ്ച് പെനാൽറ്റി വരും. ഓക്കെ, ഇതുപോലെ നമുക്ക് നോർമൽ ഫ്ലോയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ സിംഗിൾ സൈക്കിൾ ALU ഓപ്പറേഷൻ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റേജസ് ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസാണ് ഉള്ളത്, റീഡ് ഓപ്പറേഷൻ ഉണ്ട്, റീഡ് ഓപ്പറാൻസ് ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, റൈറ്റ് ബാക്ക്. അതായത് ഇത് എക്സിക്യൂട്ട് സ്റ്റേജിനെ തന്നെ പല ഇതാക്കി മാറ്റിയിരിക്കുന്നതാണ്. നമുക്ക് മെയിൻലി ഒരു ഇൻസ്ട്രക്ഷനകത്ത് 2 സ്റ്റേജാണുള്ളത്, ഫെച്ചും എക്സിക്യൂട്ടും. ഈ എക്സിക്യൂട്ടിനകത്ത് നമുക്കിനി എന്തൊക്കെയുണ്ട്, ഓപ്പറാൻസിനെ റീഡ് ചെയ്യണം, ഓപ്പറാൻസിനെ നമ്മൾ കൊണ്ടുവരണം, എന്നിട്ട് പ്രോസസ്സ് അതായത് ആഡ് ആണോ സബ് ആണോ അത് പ്രോസസ്സ് ചെയ്യണം, അതിനുശേഷം അതിൻ്റെ റിസൾട്ട് റൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫെച്ചിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ 3 സ്റ്റേജസും കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഈ പൈപ്പ് ലൈനകത്ത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തതിന് ശേഷം എക്സിക്യൂഷൻ ഫേസിൽ തന്നെ 3 സ്റ്റേജസ് നമുക്ക് ചെയ്യണം. ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യണം, ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, റിസൾട്ട് റൈറ്റ് ചെയ്യണം. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പൈപ്പ് ലൈനിങ്ങിനകത്ത് എങ്ങനെയാണ് ഫെച്ചും എക്സിക്യൂട്ടും ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ മുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ്റെ 3 സ്റ്റേജസ് ആണ്. എക്സിക്യൂഷൻ ഫേസിൽ വരുന്ന 3 സ്റ്റേജസ് ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് പൈപ്പ് ലൈനിങ്ങിനകത്ത് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്ലോക്ക് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഫെച്ച് ചെയ്തു. രണ്ടാമത്തെ ക്ലോക്ക് പീരീഡിൽ ശരിക്കും ഈ 3 സ്റ്റേജസ് ചെയ്യണം. എന്തൊക്കെയാണ്, റീഡ് ഓപ്പറാൻഡ്, പ്രോസസ്സ് ചെയ്യുക, അതുപോലെ തന്നെ റൈറ്റ് ചെയ്യുക. ഈ സെയിം ടൈമിലാണ് നമ്മൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ എക്സിക്യൂഷൻ ഫേസിലും ഇതുപോലെ 3 ക്ലോക്ക് പീരീഡ്സ് ഉണ്ടാകും, 3 സ്റ്റേജസ് ഉണ്ടാകും. അതൊരൊറ്റ ക്ലോക്ക് പീരീഡിൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റുന്നത് മാത്രമേ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം ഡിലേ വരും. അതിനെയാണ് ബ്രാഞ്ച് പെനാൽറ്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഫെച്ച് അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് പൈപ്പ് ലൈനിങ് ആക്ടിവിറ്റി ഫോർ ബോത്ത് ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് വിത്ത് എന്താണ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതുവഴി നമുക്ക് AVRൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ടൈം ഡിലേ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ AVRൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ പൈപ്പ് ലൈനിങ് ആർക്കിടെക്ചർ യൂസ് ചെയ്തു. പൈപ്പ് ലൈനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എത്ര ടൈം വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. To execute an instruction, CPU takes a certain amount of time, which is referred to as the machine cycle. ശരിക്കും പറഞ്ഞാൽ മെഷീൻ സൈക്കിൾ എന്നും ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. AVRനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലോക്ക് സൈക്കിളിൽ തന്നെ മോസ്റ്റ്ലി എല്ലാ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫിക്സഡ് സൈസ് ഇൻസ്ട്രക്ഷൻ സെറ്റാണ് നമുക്ക് AVRനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ക്ലോക്ക് പീരീഡിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിന് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ മതി. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ മതി. പക്ഷേ ചില ഇൻസ്ട്രക്ഷൻസിൽ, അതാണ് നമ്മൾ ഈ പറഞ്ഞ ബ്രാഞ്ച്, കോള്, ജമ്പ് പോലുള്ള ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റ ക്ലോക്ക് സൈക്കിളിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ AVRനകത്ത് മെഷീൻ സൈക്കിളും ഇൻസ്ട്രക്ഷൻ സൈക്കിളും സെയിം പോലെയാണ് പറയുന്നത്. ചില ആർക്കിടെക്ചറിനകത്ത് മെഷീൻ സൈക്കിൾ വേറെ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ വേറെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മെഷീൻ സൈക്കിളും ഇൻസ്ട്രക്ഷൻ സൈക്കിളും സെയിം തന്നെയാണ് AVRനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എല്ലാ ഇൻസ്ട്രക്ഷനും AVRനകത്തുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും വൺ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലൊക്കേഷനിൽ നമുക്ക് 16 ബിറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാം. അതുകൊണ്ട് 2 ബൈറ്റ്, വൺ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന 16 ബിറ്റ്സ് അല്ലെങ്കിൽ 2 ബൈറ്റ് ആണ്. അല്ലെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസ് 2 വേർഡ്. നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കോളൊക്കെ പറഞ്ഞപ്പം കോളൊക്കെ 4 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. മോസ്റ്റ്ലി ഇൻസ്ട്രക്ഷൻസ് എല്ലാം 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്.
ഓക്കെ. സോ മെഷീൻ സൈക്കിൾ, അതായത് മെഷീൻ സൈക്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് AVRുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, അതായത് എത്ര മെഷീൻ സൈക്കിൾ വേണം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ക്ലോക്ക് സൈക്കിൾസ് വേണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ AVRനകത്ത് വെച്ചിരിക്കുന്ന ഓക്സിലേറ്റർ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ മിക്കപ്പോഴും വൺ മെഷീൻ സൈക്കിളിൽ ഒരു ഓക്സിലേറ്റർ പീരീഡ് തന്നെയായിരിക്കും. അതായത് ഒരൊറ്റ മെഷീൻ സൈക്കിൾ നമുക്ക് റൺ ചെയ്യാൻ ഒരു ക്ലോക്ക് പീരീഡ് മതിയാകും. ഓക്കെ. അപ്പോൾ മെഷീൻ സൈക്കിളിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്റ്റൽ ഫ്രീക്വൻസിയുടെ ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ പീരീഡ് കിട്ടും. ആ പീരീഡിൽ തന്നെയായിരിക്കും ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഫോളോയിങ് ഷോസ് ദ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഫോർ 4 ഡിഫറെൻറ്റ് AVR ബേസ്ഡ് സിസ്റ്റം. ഫൈൻഡ് ദ പീരീഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഇൻ ഈച്ച് കേസ്. അപ്പം എന്ത് തന്നിട്ടുണ്ട്? AVRൻ്റെ ക്ലോക്കിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഒരു AVRൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 8 MHz ആണ്. അപ്പോൾ ഇത് ഫ്രീക്വൻസിയാണ്. നമുക്ക് ഒരു ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഒരു ക്ലോക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഓക്കെ. അപ്പം അടുത്തത് 16 MHz ആണ്, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. 10 MHz ആണ്, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. 1 MHz ആണ്, അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക. ഓക്കെ. അപ്പം 8 MHz ഉള്ള AVR സിസ്റ്റത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/8 MHz, ദാറ്റ് ഇസ് 0.125 മൈക്രോ സെക്കൻഡ്സ്. അതിനെ നമുക്ക് 125 നാനോ സെക്കൻഡ്സ് ആയിട്ട് എടുക്കാം. സോ ഈ 125 നാനോ സെക്കൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ 8 MHz ഫ്രീക്വൻസി ഉള്ള AVR സിസ്റ്റത്തിൻ്റെ ഒരു ക്ലോക്ക് പീരീഡിൻ്റെ ടൈമാണ്, ഒരു ക്ലോക്ക് പീരീഡാണ്, ആ ടൈം പീരീഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അതുപോലെ 16 MHz ഉള്ള ഒരു AVR സിസ്റ്റത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/16 വിച്ച് ഈസ് 0.0625 മൈക്രോ സെക്കൻഡ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 62.5 നാനോ സെക്കൻഡ്സ്. അതുപോലെ 10 MHz ഉള്ളതിനെ നമുക്ക് എന്ത് പറയാം? 1/10 MHz വിച്ച് ഈസ് 0.1 മൈക്രോ സെക്കൻഡ്സ് അല്ലെങ്കിൽ 100 നാനോ സെക്കൻഡ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ 1 MHz ഉള്ളതിൻ്റെ ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 1/1 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈക്രോ സെക്കൻഡ്സ്. ഓക്കെ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് ആ AVR സിസ്റ്റത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടൈം പീരീഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ AVR സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നോക്കാം. ഓക്കെ. സോ അടുത്ത എക്സാമ്പിൾ ഇതാണ്. ഫോർ ആൻ AVR സിസ്റ്റം ഓഫ് 1 MHz ഫൈൻഡ് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു എക്സിക്യൂട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 1 MHz. സോ ഫ്രീക്വൻസി 1 MHz ആണെങ്കിൽ ടൈം പീരീഡ് എത്രയായിരിക്കും? 1 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ കണ്ടു. സോ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 1 മൈക്രോ സെക്കൻഡ് ആണ്. ഇനി ഈ ഓരോ ഇൻസ്ട്രക്ഷൻ്റെയും എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? ടൈം എത്രയാണ് ഇതെടുക്കുന്നത്? ഓരോ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം ടു എക്സിക്യൂട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ മെഷീൻ സൈക്കിൾ ഫോർ ദ സിസ്റ്റം തന്നിട്ടുണ്ട്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 മൈക്രോ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. LDI, ഡിക്രിമെൻറ്റ്, ഔട്ട്, ആഡ്, നോ ഓപ്പറേഷൻ, ജമ്പ്, കോള്, BR എന്നീ ഡോട്ടഡ് F. അതായത് ഇതൊരു അസംബിൾ ഡയറക്റ്റീവാണ്. സോ ഇത്രയും ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ LDIക്ക് ഒരു ക്ലോക്ക് പീരീഡിൽ അതിൻ്റെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് 1 തന്നെയാണ്. എത്ര ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് വേണം ഈ ഒരെണ്ണത്തിനെ കംപ്ലീറ്റ് ചെയ്യാൻ? ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ മതി LDIക്ക്. 1/8 ഇൻസ്ട്രക്ഷനാണ്. സോ നമുക്ക് ഈ LDI ഈ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ ആ LDIയെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 1 × 1 മൈക്രോ സെക്കൻഡ്സ് അല്ലേ? ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ തന്നെയാണ് ഇതിന് വേണ്ടത്. സോ 1 × 1 മൈക്രോ സെക്കൻഡ്സ് ഈക്വൽ ടു 1 മൈക്രോ സെക്കൻഡ്സ്. ഒറ്റ മൈക്രോ സെക്കൻഡ്സിൽ തന്നെ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. അതുപോലെ ഡിക്രിമെൻറ്റിനും 1 തന്നെയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്. സോ ഇതിനകത്ത് ഏകദേശം നോ ഓപ്പറേഷൻ വരെ എല്ലാത്തിനും ഇൻസ്ട്രക്ഷൻ സൈക്കിൾ 1 തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചില ഇൻസ്ട്രക്ഷൻസ് ജമ്പ്, കോള്, ബ്രാഞ്ച് പോലുള്ള ഇൻസ്ട്രക്ഷൻസിന് മാത്രമാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് കൂടുന്നത്. ജമ്പിന് 3 ഇൻസ്ട്രക്ഷൻ സൈക്കിളാണ്. അത് നമ്മൾ ചുമ്മാതെ എഴുതുന്നതല്ല. അത് ശരിക്കും ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾ പഠിക്കുമ്പം അതിനകത്ത് അതിൻ്റെ സൈസ് ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ജമ്പിനകത്ത് 3 ഇൻസ്ട്രക്ഷൻ സൈക്കിളുണ്ട്. അതുകൊണ്ട് ജമ്പ് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എത്ര ടൈം വേണം? 3 × 1
3 മൈക്രോ സെക്കൻഡ്സ് വേണം. ഇവിടെ 2 അല്ല, 3 മൈക്രോ സെക്കൻഡ്സ് വേണം. അതുപോലെ കോളിന് 4 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ 4 × 1 4 മൈക്രോ സെക്കൻഡ്സ്. അതുപോലെ ബ്രാഞ്ച് എന്ന് പറയുന്നതിനകത്ത് ചിലപ്പം 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും. അത് ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ. അതായത് ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനകത്ത് ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ ടാർഗറ്റ് അഡ്രസ്സിലോട്ട് പോകത്തുള്ളൂ. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫോളോ ചെയ്ത് ബ്രാഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള ഇൻസ്ട്രക്ഷൻ തന്നെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തൊട്ട് താഴെയുള്ള ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 1 ഇൻസ്ട്രക്ഷൻ സൈക്കിൾ മതി അത് ചെയ്യാനായിട്ട്. ടാർഗറ്റ് അഡ്രസ്സ്, അതായത് കണ്ടീഷൻ ട്രൂ ആയി ടാർഗറ്റ് അഡ്രസ്സിലോട്ടാണ് നമുക്ക് നെക്സ്റ്റ് പോവേണ്ടതെങ്കിൽ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് 2 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ആണ്. സോ ഒന്നുകിൽ 2 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 1 മൈക്രോ സെക്കൻഡ് ആയിരിക്കും BRNE ഇൻസ്ട്രക്ഷനകത്ത്. അതുപോലെ ഡോട്ട് ഡെഫിൻ്റെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ 0 ആണ്. മീൻസ് ഡയറക്റ്റീവ് ഇൻസ്ട്രക്ഷൻസ് ഡു നോട്ട് പ്രൊഡ്യൂസ് മെഷീൻ ഇൻസ്ട്രക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അസംബ്ലർ ഡയറക്റ്റീവ്സിന് ഒരിക്കലും നമ്മൾ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ടൈമൊന്നും വേണ്ട, ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഒന്നും തന്നെ വേണ്ട. ഓക്കെ. സോ അതുപോലെ തന്നെ ഒരു ലൂപ്പിങ്ങിൻ്റെ തന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ ലൂപ്പിൻ്റെ ഡിലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻഡ് ദ സൈസ് ഓഫ് ദ ഡിലേ ഓഫ് ദ കോഡ്. ഇതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 10 MHz ആണ്. 10 MHz ആകുമ്പോഴത്തേക്കും അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 0.1 മൈക്രോ സെക്കൻഡ് ആണ്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു 1/10 എന്ന് പറയുന്നത് 0.1 മൈക്രോ സെക്കൻഡ്സ് ആണ്. അപ്പോൾ നോക്കിയ ഡോട്ട് ഡെഫ് കൗണ്ട് is equal to R20. R20 കൗണ്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് R20യുടെ വാല്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു? R20 കൗണ്ടിനകത്ത് LDI കൗണ്ട് 0xFF, അതായത് കൗണ്ടിനകത്ത് ഈ വേരിയബിളിനകത്ത് ആ വേരിയബിൾ R20 തന്നെയാണ്. R20 255 വാല്യൂ. 0xFF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 255 ആണ്. 111111 ഫുൾ വൺസ് ആണ്. 8 വൺസ് വരുമ്പോഴത്തേക്ക് 255 ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? 2 ഓപ്പറേഷൻ, പിന്നെ ഡിക്രിമെൻറ്റ് കൗണ്ട്, BRNE എഗെയിൻ. അടുത്ത ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. റിട്ടേൺ ഇൻസ്ട്രക്ഷന് 4 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഉണ്ട്. BRNEക്ക് ഒന്നുകിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ കൗണ്ട് ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ റിട്ടേൺ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. 0 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ എന്ന് പറയുന്ന ലേബലിലോട്ട്, ടാർഗറ്റ് അഡ്രസ്സിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് അസംബ്ലർ ഡയറക്റ്റീവ് ആണ്, അതുകൊണ്ട് അതിന് 0 ആണ്. നെക്സ്റ്റ് LDI കൗണ്ടിന് 1 ആണ്. പിന്നെ എന്താണ്? ലൂപ്പ്. പിന്നെ വരുന്നത് ലൂപ്പാണ്. ലൂപ്പിനകത്ത് എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്? 1 2 3. പിന്നെ BRNEയും ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 + 1 + 1 + 2. ഓക്കെ, ഈ ലൂപ്പിനകത്ത് വരുന്നത് 1 + 1 + 3 ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. അതുപോലെ BRNEയും ഉണ്ട്. BRNEക്ക് നമുക്ക് മാക്സിമം നമുക്ക് 2 എന്ന് തന്നെ എടുക്കാം. ഓക്കെ, ഇൻറ്റു 255 എത്ര ടൈംസ് ചെയ്യും? കൗണ്ട് 0 ആകുന്നത് വരെ ചെയ്യും അല്ലേ? കൗണ്ടിനകത്ത് നമ്മൾ 255 വെച്ചിട്ടുണ്ട്. സോ 255 ടൈംസ് ആ 4 ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിന് മുന്നേ ഒരു LDI ഉണ്ട്, അതാണ് ഈ 1 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, +4. ഈ 4 എന്തിനുള്ളതാണ്? ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷന് നമുക്ക് 4 ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഉണ്ട്. സോ അതേ ഇൻറ്റു, അപ്പോൾ ടോട്ടൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് കിട്ടി. ഇത്രയും ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഉണ്ട് ഈ ലൂപ്പ് ഇത്രയും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ടൈം എത്രയാണ്? 0.1 മൈക്രോ സെക്കൻഡ്സ് ആണ്. അപ്പോൾ ടോട്ടൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് കണ്ടുപിടിച്ചിട്ട് അതിനെ 0.1 മൈക്രോ സെക്കൻഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ടോട്ടൽ ഡിലേ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ടൈം ഡിലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഡിലേ കാൽക്കുലേഷൻ നമുക്ക് AVRനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിലേ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആദ്യം ഒരു കൗണ്ട് സെറ്റ് ചെയ്യും. കൗണ്ട് സെറ്റ് ചെയ്തിട്ട് എന്ത് യൂസ് ചെയ്യും? ഒരു ലൂപ്പ് യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ AVRനകത്ത് ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു കൗണ്ടർ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ആ കൗണ്ടർ ഡിക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ നോക്കിക്കേ, സെയിം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രോഗ്രാമിൻ്റെ ക്രിസ്റ്റൽ ഫ്രീക്വൻസി 1 MHz തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സെയിം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ അതിനകത്തുള്ള നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾസും അതുപോലെ തന്നെ അതിൻ്റെ ടൈം ഡിലേ ഇൻസ്ട്രക്ഷൻ്റെ ടോട്ടൽ ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ 1 ഇനി നമ്മൾ എന്ത് ചെയ്തിരിക്കുവാണ്? ഇതിനകത്ത് എത്ര ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഉണ്ടോ അതേ ഇൻറ്റു 255. ഓക്കെ, 255 ഇൻറ്റു 2 + 1 + 1 + 1. അപ്പോൾ എത്രയായി? 5 ആയി. സോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ 1 + 255 ഇൻറ്റു 5 -1. ഈ -1 നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിനകത്ത് 255 ടൈംസും നമുക്ക് എന്ത് ചെയ്യേണ്ട, ഈ 2 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം, 2 വെച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്, ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും അതിൽ നിന്നും വെളിയിൽ ചാടുന്ന ലൂപ്പാണ്. അപ്പോഴാണ് നമ്മൾ -1 കൊടുക്കുക. പിന്നെ 4 എന്ന് പറയുന്നത് എന്താണ്, +4 എന്ന് പറയുന്നത് അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ലൂപ്പ്, നമ്മൾ സിംഗിൾ ലൂപ്പിന് പകരം ഒരു ലൂപ്പിനകത്ത് നമ്മൾ വേറൊരു ലൂപ്പ് ഇൻസൈഡ് എ ലൂപ്പ്, അത് വേണമെങ്കിൽ നമുക്ക് ടൈം ഡിലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അനദർ വേ ടു ഗെറ്റ് എ ലാർജ് ഡിലേ, വലിയൊരു ഡിലേ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു സിംഗിൾ ലൂപ്പിന് പകരം വി ഹാവ് ടു യൂസ് എ ലൂപ്പ് ഇൻസൈഡ് എ ലൂപ്പ്, ദാറ്റ് ഈസ് നെസ്റ്റഡ് ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഫോർ ലൂപ്പിനകത്ത് വേറൊരു 4 ലൂപ്പ് കൊടുക്കുന്നത് പോലെ നെസ്റ്റഡ് ലൂപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാർജ് ഡിലേ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കിയേ, ഡിലേ എന്ന് പറയുന്ന ലേബലിനകത്ത് ജസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ LDI R16,200. അടുത്ത എഗെയിൻ എന്ന് പറയുന്ന ലേബലിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ LDI R17. എഗെയിൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, LDI R17,250. പിന്നെ ഹിയർ എന്ന് പറയുന്ന ഒരു ലേബലിൽ നോ ഓപ്പറേഷൻ ഡിക്രിമെൻറ്റ് ബ്രാഞ്ച് ഹിയർ, അതായത് 1, 2 ഡിക്രിമെൻറ്റ് ഓപ്പറേഷന് കഴിഞ്ഞ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഹിയർ എന്ന് പറയുന്ന ഈ ലൂപ്പ്, അതായത് ഇൻസൈഡ് കിടക്കുന്ന ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യും, R17 ഡിക്രിമെൻറ്റ് ചെയ്ത് 0 ആകുന്നത് വരെ ചെയ്യും. അതായത് R17 250 ആണുള്ളത്, 250 ടൈംസ് ഈ പറയുന്ന 4 ഇൻസ്ട്രക്ഷൻസ് ചെയ്യും. ഓക്കെ, അതാണ് 5 × 250 -1. അതായത് നമ്മൾ ഒന്ന് കുറയ്ക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിൽ ഈ കണ്ടീഷൻ ഫാൾസ് ആകും, അപ്പോഴാണ് നമ്മളൊന്ന് കുറയ്ക്കുന്നത്. സോ ഈ ഹിയർ എന്ന് പറയുന്ന ലൂപ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് 5 × 250 -1 × 1 മൈക്രോ സെക്കൻഡ്സ്. ക്ലോക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ക്ലോക്ക് സൈക്കിൾ തന്നെ തന്നിട്ടുണ്ട്, 1 മൈക്രോ സെക്കൻഡ് എന്ന്. ഫ്രീക്വൻസി അല്ല, ക്ലോക്ക് സൈക്കിൾ തന്നെ തന്നിട്ടുണ്ട്. സോ അത്രയും മൈക്രോ സെക്കൻഡ്സ് നമുക്ക് കിട്ടും. ഏതിനാണ്, ഈ ഹിയർ മാത്രം റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഹിയർ ലൂപ്പ് കഴിഞ്ഞാൽ അടുത്ത എഗെയിൻ ഡിക്രിമെൻറ്റ് R16 കഴിഞ്ഞിട്ട് BRNE എഗെയിൻ. സോ എഗെയിൻ എന്ന് പറയുന്നതിനകത്തോട്ട് പോകും. അതായത് R16 വാല്യൂ 0 ആകുന്നത് വരെ ഇത് എഗെയിൻ എന്ന് പറയുന്ന ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഈ എഗെയിൻ എന്ന് പറയുന്ന ലൂപ്പിനകത്താണ് ഹിയർ എന്ന് പറയുന്ന ലൂപ്പ് ചെയ്യുന്നത്. സോ R16 200 കൗണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 250 എന്ന് പറയുന്ന 250 ടൈംസ് ഈ ഹിയർ ലൂപ്പ് ചെയ്യുന്നത് 200 ടൈംസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ നമ്മുടെ എന്താണ്, ഈ 2 ലൂപ്പും കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്, ദ എഗെയിൻ ലൂപ്പ് റിപ്പീറ്റ്സ് ദ ഹിയർ ലൂപ്പ് 200 ടൈംസ്, ദാറ്റ് ഈസ് 200 ഇൻറ്റു അകത്തുള്ള ലൂപ്പിൻ്റെ ടൈം. അപ്പോൾ എത്ര കിട്ടി, ഇത്രയും 249,800 മൈക്രോ സെക്കൻഡ്സ് കിട്ടി. അപ്പോൾ എന്തൊക്കെയായി, ഈ എഗെയിൻ എന്ന് പറയുന്ന ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് എഗെയിൻ ലൂപ്പിനകത്ത് ഹിയർ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുമ്പം 249,800 മൈക്രോ സെക്കൻഡ്സ് ആയി. ഇനി എന്താണ്, ഇതിനകത്ത് എന്താണ്, എഗെയിൻ ലൂപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഏതാ, LDI R17,250. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഹിയർ ലൂപ്പ് കഴിഞ്ഞിട്ട് 2 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഡിക്രിമെൻറ്റും ഉണ്ട്, BRNEയും ഉണ്ട്. അതെത്ര ടൈംസ് ചെയ്യും, ഈ 200 ടൈംസ് ചെയ്യും. അതായത് എഗെയിൻ ലൂപ്പിനകത്ത് ഈ ഹിയർ ലൂപ്പ് അല്ലാതെ കുറച്ച് 3 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എഗെയിൻ ലൂപ്പിനകത്ത് ഹിയർ ലൂപ്പ് മാത്രമല്ലാതെ ഈ LDI ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഡിക്രിമെൻറ്റ് R16 ഉണ്ട്, BRNE എഗെയിൻ ഉണ്ട്. അത് ആ എഗെയിൻ ലൂപ്പിൻ്റെ കൗണ്ട് ടൈംസ് ചെയ്യും. എഗെയിൻ ലൂപ്പിൻ്റെ കൗണ്ട് ടൈംസ് 200 ടൈംസ് ആണ്. സോ 1 + 1 + 2 ഇൻറ്റു, അതായത് 4 × 200 - ടൈംസ് ഉണ്ട്. അപ്പം ആദ്യം കിട്ടിയിരിക്കുന്ന 2 ലൂപ്പിൻ്റെയും ഡിലേയുടെ കൂടെ പ്ലസ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ 3 ഇൻസ്ട്രക്ഷൻസിൻ്റെ ടൈമും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 250,599 മൈക്രോ സെക്കൻഡ്സ് വേണ്ടി വരും. ഈ ഡിലേ എന്ന് പറയുന്നത് ഇതൊരു സബ് റൂട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ ഇത്രയും ഡിലേ 250,599 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും ഈ ഡിലേ എന്ന് പറയുന്ന സബ് റൂട്ടീൻ്റെ ടോട്ടൽ ഡിലേ. ഓക്കെ, സോ ഇതാണ്, ഇത്രയേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ് ഞാൻ സിലബസ് മാറിപ്പോയായിരുന്നു, ഞാൻ നോക്കിയത് അതിനകത്ത് ജമ്പും ബ്രാഞ്ചും ഇൻസ്ട്രക്ഷൻസിന് മുന്നേ ആയിരുന്നു ഫസ്റ്റ് മോഡ്യൂൾ എൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി നമുക്ക് സെക്കൻഡ് മോഡ്യൂളാണ്. ഇന്ന് ഇത്രയും മതി. ഓക്കെ.